വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ ഒരു വാഴയ്ക്ക തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ടൊരു 6 വാഴയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. പാളയംകോടൻ എന്നും ഒക്കെ പറയുന്ന വാഴയ്ക്കയാണ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പേര് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി നമുക്ക് ഈ വാഴയ്ക്കയുടെ തൊലിയൊക്കെ ഒന്ന് ചെത്തിയെടുക്കണം. ഞാൻ 2 രീതിയിൽ ഇത് കാണിക്കുന്നുണ്ട്. ഒന്ന് തൊലി ചെത്തിയിട്ടും ഒന്ന് തൊലി ഇങ്ങനെ ഉരിഞ്ഞെടുക്കത്തില്ലേ, അതുപോലെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചെത്തി കൊടുത്താൽ മതിയേ, ഒരുപാട് അങ്ങ് ചെത്തണ്ട. ആ പുറം തൊലി മാത്രം ചെറുതായിട്ടൊന്ന് കത്തി വെച്ച് ചെത്തി കൊടുക്കുക. ഇതുപോലെ ചെത്തിയതിന് ശേഷം ഇതൊന്ന് കീറി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയാൻ, നമുക്ക് വലിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ വലിയ കഷ്ണമായിട്ടൊന്ന് അരിഞ്ഞ് കാണിക്കുകയാണ്. ഇതുപോലെ. അതിന് ശേഷം നമുക്ക് തൊലി ഉരിഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിൻ്റെ ആ ചുവടൊക്കെ ഒന്ന് ചെത്തിയിട്ട് കത്തി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. ആ തൊലിയെല്ലാം ഇങ്ങനെ ഉരിഞ്ഞു പോരും. കണ്ടോ? അപ്പോൾ കയ്യിൽ കറയൊക്കെ പറ്റുമെന്ന് ഓർത്ത് ആരും തോരനൊന്നും വയ്ക്കാതിരിക്കരുത്. ഇത്തിരി ഉപ്പുകല്ലെടുക്കുക, കയ്യിലേക്ക് ഇടുക. ഇട്ടതിന് ശേഷം പിന്നെ ഇത്തിരി വെള്ളവും കൂടെ കുടഞ്ഞു കൊടുത്തിട്ട് അങ്ങ് കൈ നന്നായിട്ടങ്ങ് തിരുമിയാൽ മതി. ആ കറയെല്ലാം അങ്ങ് പോവും കയ്യിൽ. എന്നിട്ട് ഇത്തിരി വെളിച്ചെണ്ണ തൂത്താൽ മതി. ഒട്ടും കറ കാണത്തില്ല കയ്യിൽ. തൊലി ഉരിഞ്ഞെടുത്തിട്ട് ഞാൻ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടോ? ഇനി ഇതെല്ലാം നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. തൊലിയൊക്കെ ഉരിഞ്ഞ് കളഞ്ഞിട്ട് ചെത്തിയെടുക്കുന്നതിലും എളുപ്പം നമുക്ക് ഈ തൊലി ഇങ്ങനെ ഉരിച്ചെടുക്കുന്നതാണ്. കണ്ടോ? ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കണം. ഇതിനകത്ത് കണ്ടോ കറ കണ്ടോ? ഞാൻ വെള്ളത്തിലേക്കാണ് അരിഞ്ഞിട്ടത്. കറ ഇളകിയത് കണ്ടോ? ഇനി ഞാനൊരു 1.5 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുവാണ്. ഉപ്പിട്ടിട്ട് വെള്ളം ഒഴിച്ച് നമുക്കൊരു 10 മിനിറ്റ് അവിടെ വയ്ക്കാം. അവിടെ ഇരിക്കട്ടെ. ആ കറയെല്ലാം ഒന്ന് ഇളകട്ടെ. കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് വെച്ചാലും മതിയേ. കണ്ടോ? 10 മിനിറ്റിന് ശേഷം ഞാൻ കഴുകിയെടുക്കുവാണ്. ഇതുപോലെ നമ്മൾ കഴുകും തോറും ഇതിൻ്റെ കറ ഇളകിക്കൊണ്ടേയിരിക്കുവേ. നമ്മൾ ഏത്തയ്ക്കായൊക്കെ തോരത്തിന് അരിയത്തില്ലേ, അരിഞ്ഞിട്ട് കഴുകിയെടുക്കത്തില്ലേ, അതുപോലെ തന്നെ കഴുകിയെടുക്കുക. അതുപോലെ വീണ്ടും ഞാൻ വെള്ളം ഒഴിച്ചിട്ട് കഴുകിയെടുക്കണം. കൈ വെച്ച് നന്നായിട്ടൊന്ന് ഞെരടി കൊടുക്കണം. ഞെരടി കൊടുക്കുമ്പോൾ ആ കറയെല്ലാം ഇങ്ങ് ഇളകി വരും. ഇതുപോലെ ഞാൻ കഴുകിയെടുത്തിനി ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചട്ടിയിലാണ് ഞാൻ തോരൻ വയ്ക്കുന്നത്. ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തേ. ഇട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുന്നത് ചട്ടിയുടെ അടിയിൽ ഈ വാഴയ്ക്ക പിടിക്കാതിരിക്കാനാണ്. ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നില്ല, കാരണം നമ്മൾ ഉപ്പിട്ട് വെച്ചിട്ടാണ് ഇത് കഴുകിയെടുത്തത്. അപ്പം ചിലപ്പോൾ വാഴയ്ക്കകത്ത് ഉപ്പ് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് നന്നായിട്ട് നമുക്ക് സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം നമുക്ക് ഗ്യാസിലേക്ക് വയ്ക്കുക. ഫ്ലെയിമൊക്കെ ഒന്ന് ഓണാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു മൂടി വെച്ച് അടച്ചു കൊടുക്കാം. ഇനി ഇത് അവിടെ ഇരുന്നൊന്ന് വേകട്ടെ. ഇനി നമുക്ക് അതിനുള്ളൊരു അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനൊരു 3 കാന്താരിമുളക് എടുത്തിട്ടുണ്ട്. കാന്താരിമുളക് 3 എണ്ണം എടുത്തുള്ളൂ, കാരണം ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി നമ്മുടെ വാഴയ്ക്കയിൽ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ഒരു 5 വെളുത്തുള്ളി അല്ലി, 1/4 ടീസ്പൂൺ ജീരകം, 1 പിടി തേങ്ങ. ഒരുപാട് തേങ്ങ ഇടണ്ട, 1 പിടി തേങ്ങ മതി. അരപ്പ് ഒരുപാടായിപ്പോയാൽ കൊള്ളത്തില്ല. ഇനി ഒരു തണ്ട് കറിവേപ്പില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ തേങ്ങ അങ്ങ് വെളുത്തിരിക്കും നമ്മൾ അരച്ചെടുക്കുമ്പോൾ. ഞാൻ വാഴയ്ക്കകത്ത് മഞ്ഞൾപ്പൊടി ഇട്ടാണ് വേവിക്കാൻ വെച്ചത്. ഞാൻ ഇനി അതിൻ്റെ മൂടിയൊക്കെ ഒന്ന് മാറ്റി നമ്മുടെ വാഴയ്ക്ക വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇത്തിരിയും കൂടെ വേകാനുണ്ട്. നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഈ സമയത്ത് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നത്, ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതവിടെ ഇരുന്നൊന്ന് വേവട്ടെ. വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം. അരപ്പിട്ട് കൊടുത്തു. അരപ്പിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇത് കണ്ടോ, ഒരു ശകലം പോലും ചട്ടിയുടെ അടിയിലൊന്നും പിടിച്ചിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ വയ്ക്കുമ്പോഴത്തേനും ചട്ടിയുടെ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത് കൊണ്ട് ഒട്ടും ചട്ടിയുടെ അടിയിൽ പിടിച്ചിട്ടില്ല. ഇളക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ? ഇനി നമുക്ക് ഇതൊന്ന് കടുക് പൊട്ടിക്കണം. കടുക് പൊട്ടിക്കാനായിട്ട് ഞാൻ ഒരു ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചു. ചൂടായപ്പോഴത്തേനും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുകിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് 2 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം. വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന അരപ്പൊക്കെ ഇട്ട് ഇളക്കി വെച്ച്
വാഴയ്ക്കായില്ലേ അതും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കണം. ഇളക്കിയതിന് ശേഷം നമുക്കൊരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇളക്കി കൊടുക്കണം. കണ്ടോ, കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വാഴക്കൊലയൊക്കെ ഒടിഞ്ഞു വീഴുന്ന സമയമൊക്കെയാണ്. അപ്പം നിങ്ങളുടെയൊക്കെ വീട്ടിൽ പാളയംതോടൻ്റെ വാഴക്കൊലയൊക്കെ ഉണ്ടെങ്കിൽ കായൊക്കെ എടുത്തിട്ട് ഒന്ന് തോരൻ വെച്ച് നോക്കണേ. നല്ല ടേസ്റ്റാണിത്. ചോറിൻ്റെ കൂടെ ഒരു ഉണക്കമീൻ വറുത്തതും ഒരച്ചാറും ഇത്തിരി ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ, ഒരു പിടി അങ്ങ് പിടിക്കാൻ നമുക്ക് ചോറൊക്കെ. നല്ല അടിപൊളി ഒരു കറിയാണ്. അപ്പം നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.